അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻവാല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം വളരെ മോശപ്പെട്ട സ്വഭാവമായി പഠിപ്പിച്ച ഒന്നാണ് നിഫാക്ക്. രണ്ട് സ്വഭാവം കാണിക്കുക, പുറത്തൊന്ന് പ്രകടമാക്കുക, ഉള്ളിൽ അതിന് വിപരീതമായ മറ്റൊന്ന് കാത്തു സൂക്ഷിക്കുക. വളരെ ഗുരുതരമായ താക്കീതുകളാണ് നിഫാക്ക് വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ നിഫാക്ക് രണ്ട് വിധത്തിലുണ്ട്: അന്നിഫാക്കുൽ അക്ബർ, അന്നിഫാക്കുൽ അസ്ഗർ. വലിയ നിഫാക്കും ചെറിയ നിഫാക്കും. വിശ്വാസപരമായ കാര്യങ്ങളിൽ ദ്വിമുഖരാകുന്നത് നിഫാക്കുൻ അക്ബറും, കർമ്മപരമായ കാര്യങ്ങളിൽ ദ്വിമുഖത സ്വീകരിക്കുന്നത് നിഫാക്കുൻ അസ്ഗറുമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറഞ്ഞു, അന്നിഫാഖു ഫി ശർഇ യൻഖസിമു ഇലാ ഖിസ്മൈൻ. നിഫാഖ് ശർഇൽ ദീനിൽ രണ്ട് വിധമുണ്ട്. അഹദുമാൻ നിഫാക്കുൽ അക്ബർ, അതിലൊന്ന് വലിയ നിഫാക്കാണ്. വഹുവ അയ്യുൽഹിറ അൽ ഇൻസാനു അൽ ഈമാന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ വ യുബ്തിൻ മാ യുനാഖിദു ദാലിക കുല്ലഹു വ ബഅലഹു. ഒരു വ്യക്തി ഈമാനിൻ്റെ കാര്യങ്ങളൊക്കെ പ്രകടമാക്കുകയും അതിന് വിപരീതമായതും ഈമാനിനെ റദ്ദ് ചെയ്ത് കളയുന്നതുമായ കാര്യങ്ങൾ ഉള്ളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിനാണ് നിഫാക്കുൻ അക്ബർ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ കുഫറാണ്. അവൻ്റെ വിശ്വാസം അവനെ കുഫറിലാണ് കൊണ്ടുചെന്നെത്തിക്കുക. അത് കുഫറാണ്. ഭൗതികപരമായി പ്രകടമായി അവർ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരെ നമ്മൾ മുസ്ലിങ്ങളായി ഗണിക്കുമെങ്കിലും അവരുടെ വിശ്വാസപ്രകാരം അവർ ഉള്ളിൽ വെച്ചത് പ്രകാരം അവരിൽ കുഫർ സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബനു മുസ്തലിഖ് യുദ്ധത്തിൻ്റെ വേളയിൽ പ്രവാചകൻ അല്പം പ്രയാസം നേരിട്ടപ്പോൾ പ്രവാചകൻ്റെ കൂടെയുള്ള സ്വഹാബികൾക്കും അനുയായികൾക്കും ആവുന്ന വിധത്തിൽ സഹായം ചെയ്യാൻ പ്രവാചകൻ ആഹ്വാനം ചെയ്തു. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ പറയുന്നത് കേട്ടു അവൻ്റെ അനുയായികളോട്. മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് തൻ്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകൻ്റെ കൂടെയുള്ള സ്വഹാബികൾക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കരുത്. മദീനത്തേക്ക് ചെന്നാൽ നമ്മുടെ പ്രതാപം വീണ്ടെടുക്കുകയും നമ്മുടെ ഔദാര്യം പറ്റി ജീവിക്കുന്നവരെ നമ്മൾ പുറത്താക്കുകയും ചെയ്യണം. ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു എത്തിച്ചു. പ്രവാചകൻ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബ്നു ഉബയ്യിൻ്റെ അരികിലേക്ക് ആളെ വിട്ടു. ആ സമയത്ത് അവരെടുത്ത നിലപാട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൻ്റെ വിഷയത്തിൽ അവർ സത്യം ചെയ്യുകയും പ്രവാചകനെ സത്യപ്പെടുത്തുകയും ചെയ്തു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിവരമെത്തിയപ്പോൾ ഈ കാര്യം അവതരിപ്പിച്ച സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ആണ് കളവ് പറഞ്ഞിരിക്കാൻ സാധ്യതയെന്നും അവർ സത്യം ചെയ്തിട്ടുണ്ട് എന്നും പ്രവാചകൻ പറഞ്ഞു. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വല്ലാത്ത വിഷമം, അന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള വിഷമവും വ്യസനവും ഞാനന്ന് അനുഭവിച്ചു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു, സൂറത്തുൽ മുനാഫിഖൂനിലെ ആദ്യത്തെ ആയത്തുകൾ. എന്നിട്ട് അള്ളാഹു സാക്ഷ്യം വഹിച്ചു, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അവർ കളവ് പറഞ്ഞിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച്. ഈ സംഭവത്തിൽ മുനാഫിക്കുകൾ ഉള്ളിലൊന്ന് വിശ്വസിക്കുകയും പുറത്തൊന്ന് പ്രകടമാക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം അവർ പ്രകടമാക്കിയത് വെച്ചാണ് അവരുടെ വിഷയത്തിൽ വിധി പറഞ്ഞിട്ടുള്ളത്. ആ നിലക്ക് നിഫാക്ക് വിശ്വാസകാര്യങ്ങളിൽ സംഭവിക്കുക എന്നത് ഏറ്റവും ഗുരുതരമായ കാര്യമാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിക്കുകൾ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ രൂപത്തിൽ അഖദിയായ വിശ്വാസപരമായ നിഫാക്ക് സംഭവിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. ഈ വിശ്വാസപരമായ നിഫാക്ക് കടന്നു വരുന്ന മാർഗ്ഗങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല 6 കാര്യങ്ങളായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. തക്ദീബുർ റസൂൽ, പ്രവാചകനെ കളവാക്കുക. ഔ തക്ദീബു ബഅലി മാ ജാഅ ബിഹി റസൂൽ, പ്രവാചകൻ കൊണ്ടുവന്ന ഏതെങ്കിലും ചില കാര്യങ്ങൾ കളവാക്കുക. ഔ ബുഗ്ളുർ റസൂൽ, അല്ലെങ്കിൽ പ്രവാചകനോട് കോപമുണ്ടാവുക. ഔ ബുഗ്ദു മാ ജാഅ ബിഹി റസൂൽ, അല്ലെങ്കിൽ പ്രവാചകൻ കൊണ്ടുവന്ന ശരീഅത്തിൻ്റെ വിഷയത്തിൽ കോപമുണ്ടാവുക. അവിൽ മസറത്തു ബിൻ ഖിഫാലി ദീനി റസൂൽ, പ്രവാചകൻ്റെ ഈ ദീനിൽ നിൽക്കുന്ന പരിക്കുകളിൽ സന്തോഷം പ്രകടമാക്കുക. അവിൽ കറാഹിയത്തു ബിൻ തിസ്വാരി ദീനി റസൂൽ, പ്രവാചകൻ്റെ ദീനിനെ സഹായിക്കുന്നതിൽ വെറുപ്പ് പ്രകടമാക്കുക. ഫഹാദിഹിൽ അൻവാഉ സിത്തത്തു സ്വാഹിബുഹാ മിൻ അഹ്ലി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ഈ 6 കാര്യങ്ങൾ ഉള്ളവനാണ് അള്ളാഹു ദർക്കുൽ അസ്ഫലി മിനൻ നാർ എന്ന് പറഞ്ഞ കുഫറിൻ്റെ നിഫാക്കിൻ്റെ ആളുകളെന്ന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർമ്മകാര്യങ്ങളിൽ വരുന്ന നിഫാക്ക് 4 അടയാളങ്ങളിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചതിനേക്കാൾ ഗൗരവമായി നമ്മൾ കാണേണ്ടത് വിശ്വാസപരമായി നമ്മെ ബാധിച്ചേക്കാവുന്ന ഈ നിഫാക്കാണ്. ജാഗരായി നിൽക്കുവാനും അങ്ങനെ ഒരു നിഫാക്ക് വരാതിരിക്കാനുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അത്തരമൊരു ദൗർഭാഗ്യത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.